ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 500 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. മനോഹരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4ഓളം വില്ലകൾ വരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന റോഡ് മുന്നിലായി നമുക്ക് കാണാം. കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയും ലഭിക്കുന്നുണ്ട്. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീടിൻ്റെ മുറ്റത്തായി ഇൻ്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഇവിടെ ജലസ്രോതസ്സിനായി കിണർ വെള്ളം കൂടാതെ വാട്ടർ കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. മനോഹരമായ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഫ്രണ്ട് ഡോർ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗി തന്നെയാണ് ഈ ഫോൾ സീലിംഗ് വർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നല്ലൊരു പാർട്ടീഷനോടുകൂടി വരുന്ന ഒരു ഡൈനിങ് ഹാൾ ഏരിയയിലേക്ക് കടക്കുന്ന കവാടം നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു വിശാലമായ ഡൈനിങ് ഹാൾ ഏരിയ തന്നെ ഇവിടെ ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. VLDC ഫാനുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൽ ഏകദേശം 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെയായി വാഷ് കൗണ്ടർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുക. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. അവിടെ 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ലഭ്യമാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഒരു ബെഡ്റൂമാണ് ലഭ്യമാവുക. താഴത്തെ ബെഡ്റൂം ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം മനോഹരമായ ഈ ബെഡ്റൂമിൽ ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ബെഡ്റൂം തന്നെയാണ്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തു തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണം. ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ L ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഒരു ഹോളിൻ്റെയും നിർമ്മാണം. ഇവിടെയായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ഈ ഒരു സ്പേസിൽ വരുന്നത്. ഈ കാണുന്ന ഭാഗത്ത് ഒരു സ്റ്റഡി യൂണിറ്റും നിർമ്മിച്ചിട്ടുണ്ട്.
ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്താണ് ബാത്റൂം വരിക. താഴെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭ്യമാവുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തായി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 500 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 3.600 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 70 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.